എന്നാൽ ദുഃഖത്തിന്റെ മേൽ ഒരു വിശ്വാസിക്കുള്ളത് പ്രത്യാശയാണ്. എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യാശ? നമ്മെ വിട്ട് കടന്നു പോകുന്നവരെ, വിശ്വാസത്തിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് നമ്മെ വിട്ട് കടന്നു പോകുന്നവരെ നാം ഒരിക്കൽ വീണ്ടും കാണും. അതാകുന്നു നമ്മുടെ പ്രത്യാശ. ശീമോച്ചായന്റെ ഭൗതിക ശരീരം ഈ ലോകത്തിൽ തീർന്നു. ഇപ്പോൾ ആ ദൈവദാസൻ കർത്താവിന്റെ പ്രതീക്ഷയിൽ വിശ്രമിക്കുന്നു. നമ്മുടെ പ്രത്യാശ നാമും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. അപ്പോൾ നാം എടുക്കപ്പെടും. അപ്പോൾ പിതാവിനെയും നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇന്ത്യ പെന്തക്കോസ്തേ സജീവ അംഗമായിരിക്കുന്ന ജോസഫ് സൈറൻ ഞങ്ങളോരത്തിൽ വിളിക്കുന്ന കുഞ്ഞുമാണ് കുടുംബം. അവര് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ആ പഠനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മീയ ആരാധന കഴിക്കാനും ദൈവത്തെ ബന്ധപ്പെടുത്തുവാനും ദൈവവസ്ഥ സ്വാഗതം ചെയ്യും. സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആശംസ പറയുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ ക്രിസ്തുവിൽ കഴിച്ചവർ മുമ്പ് യോഗത്തിലേക്ക് പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ രൂപാന്തരപ്പെടുകയും ചെയ്യും. ദൈവം നമ്മെ പഠിപ്പിക്കും. അങ്ങനെ നമ്മളെ ആശ്വസിക്കുമാറാകട്ടെ. ഭൂമിയിലായിരുന്നപ്പോൾ ഇതിനപ്പുറത്തുള്ള നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിച്ചു പോകുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കർത്താവിൽ മരിക്കുന്ന മുതന്മാർ ഭാഗ്യവാന്മാർ. മരണം ഭാഗ്യമായി ശാപമായി മരണം കടന്നു വന്നുവെന്ന് വിശുദ്ധ ബൈബിളിന്റെ ആദ്യ നാളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ ബൈബിളിന്റെ ഓരോ നാളുകളിലും അത് ഭാഗ്യമായി ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശാപമായ മരണം ഭാഗ്യമായി എന്നതാണ് വേദപുസ്തകത്തിലെ ഉള്ളടക്കത്തിലെ വിഷയം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ശാപമായി മരണത്തെ ഭാഗ്യമായി വരുവാൻ പിന്നെ 2000 വർഷം മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന മനുഷ്യവർഗത്തിന്റെ ശാപമരണം ഏറ്റെടുത്ത് മനുഷ്യർക്ക് വിമോചനം എന്ന് സുവിശേഷത്തിന്റെ സന്ദേശം. എന്നാൽ എല്ലാ മരണവും ഭാഗ്യമായി പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. കർത്താവിൽ മരിക്കുന്ന ഭാഗ്യവാന്മാർ. കർത്താവിൽ ഒരാൾ മരിക്കുന്നവരും ബൈബിൾ പഠിപ്പിക്കും. കർത്താവിൽ ജീവിക്കണം, കർത്താവിൽ ജീവിക്കണം, കർത്താവിൽ ജയിക്കണം. ദുഃഖത്തിനായിരിക്കുന്ന എല്ലാവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവിന്റെ മകൻ പ്രിയ കുഞ്ഞുമാണ്. പിന്നെ ദൈവസഭ എന്നറിയപ്പെടുന്ന ITCBCK സഭയുടെ കുവൈലുള്ള സഭയുടെ ഒരു സജീവ അംഗമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ കുടുംബം അവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾ ഞാൻ ആ പഠനത്തിൽ ആ സഭയോട് ബന്ധം ശുശ്രൂഷിച്ചു. വളരെ അടുത്ത സ്നേഹബന്ധങ്ങളായി ആവശ്യക്കാരും ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ഭക്തിയോടെ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാന്യ വ്യക്തിയുടെ കുഞ്ഞുമാണ്. മറ്റേ സഹോദരങ്ങളും വളരെ ലഭിക്കുന്നവരായിരിക്കുന്നു. അങ്ങനെ വലിയ പ്രത്യാശയുള്ള കുടുംബത്തിലാണ് പ്രിയപിതാവായും നമ്മൾ ആ പ്രത്യാശയുടെ ദൈവം പറയട്ടെ. കഥാവുകാരൻ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തെ വൈകിട്ടുള്ള ക്രിസ്തുവിൽ മനുഷ്യരെ വിശുദ്ധന്മാരും എഴുന്നേറ്റ് വരുന്ന കൂട്ടത്തിൽ പ്രിയപിതാവ് എഴുന്നേറ്റിട്ടുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശ നമുക്ക് വയ്ക്കാം. താൽക്കാലികമായ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാനും എന്റെ കുടുംബവും വിശേഷ ITCBCK സഭയുടെ മുൻ ശുശ്രൂഷകന്മാരുടെയും പേരുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ